എം.എ. ബേബിയുടെ നേതൃത്വത്തിൽ CPM-ൽ പുതുചേരി ഉണ്ടാകുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് വ്യക്തമായ തെളിവുകൾ കൂടി രാഷ്ട്രീയ ചിത്രത്തിൽ തെളിഞ്ഞു വരുന്നത്. കെ രാഗേഷിനെ തള്ളി EP ജയരാജൻ, അതുപോലെ സാക്ഷാൽ ശൈലജ ടീച്ചർ. വലിയ വിവാദമാക്കേണ്ട കാര്യങ്ങൾ മാത്രമാക്കുക. വിവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എടുത്തു പോയി അതിനുള്ള തെളിവുകൾ തരാൻ പറയുക. വെറുതെ വന്ന് എന്നോട് ചോദിക്കരുതെന്ന് EP-യും അതിനുശേഷം ശൈലജയും പ്രത്യക്ഷമായി എടുക്കുന്നു. വിഴിഞ്ഞത്തിൽ CPM രണ്ട് തട്ടിലായി പോകുന്നു എന്നുള്ളതാണ്. എന്താണ് ഇനിയും പിണറായിയിലും ഗോവിന്ദനിലും ഇങ്ങനെ ഒരൊറ്റ കോണിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കേണ്ട കാര്യമുണ്ടോ ഈ പാർട്ടി? ഒരു കാര്യവുമില്ല. പിണറായി വിജയൻ എന്ന അധികായനായ നേതാവിൽ ചുറ്റിപ്പറ്റി 10 വർഷം നിന്നു. എന്തുകൊണ്ടാണ് എം.എ. ബേബിയുടെ നേതൃത്വത്തിൽ ഒരു പുതുചേരി എന്ന് പറയുന്നത്? എം.എ. ബേബിക്ക് ഇനി ഒന്നും നോക്കാനില്ല. കാരണം എന്താ? എം.എ. ബേബി ഏകദേശം അവസാന ടണറിൽ, അവസാന ദിവസങ്ങളിലേക്കാണ് പോകുന്നത്. ഇനിയുള്ള പാർട്ടി സമ്മേളനം വരുമ്പോൾ 75 തികയും. ആ പാർട്ടി ലോ അനുസരിച്ച് ഇനി എത്താവുന്നതിന്റെ എല്ലാ ഉയർന്ന സ്ഥലത്തും എം.എ. ബേബി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എം.എ. ബേബിക്ക് ഈ പാർട്ടിയെ രക്ഷപ്പെടുത്തണമെന്നുള്ള വരും തലമുറയിലെ വാഗ്ദാനങ്ങളായ എം സ്വരാജിനും P രാജീവിനും MB രാജേഷിനും എത്ര പേരുണ്ട് ചെറുപ്പക്കാർ, ഷംസീർ അടക്കമുള്ളവർ, ഇവർക്കെല്ലാവർക്കും ഇനി പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഈ സഖാക്കൾ, ഇവർ ഇനിയും ഈ പാർട്ടി പ്രതിക്കൂട്ടിലായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ പാർട്ടി ഓഫീസുകളിൽ ഒരു പണിയില്ലാതെ ഒതുങ്ങിക്കൂടേണ്ടി വരുമെന്നുള്ള പേടി അവർക്കുണ്ട്. ജനങ്ങൾക്കൊപ്പം നിന്ന് പാർട്ടിയോടൊപ്പം ജനങ്ങളെ നിർത്തി മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത അവർ മനസ്സിലാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ എന്തും ഇനി ആക്ഷൻ എടുക്കാൻ കെൽപ്പുള്ള എം.എ. ബേബി എന്ന നേതാവിനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കുന്നത്. 100% നമുക്ക് ഉറപ്പിച്ചു പറയാം, ഈ പുതുചേരി വിമത നീക്കമല്ല, രക്ഷാപ്രവർത്തനമാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. 10 വർഷത്തിനിപ്പുറവും ഇനിയും പിണറായിയിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല. പിണറായി പറഞ്ഞപ്പോൾ മാറിക്കൊടുത്തവരുടെ പേരാണ് ശൈലജ ടീച്ചർ. മാറിക്കൊടുത്തവരുടെ പേര് എത്ര പറയണം? തോമസ് ഐസക്, G സുധാകരൻ, അങ്ങനെ അധികായന്മാരായ നേതാക്കന്മാർ ഈ പാർട്ടിയിൽ ഇനിയും പ്രവർത്തിക്കാനും ഈ പാർട്ടിയുടെ ഫേസ് ആയി നിൽക്കാനും കെൽപ്പുള്ള സമയത്ത് പിണറായി വിജയൻ എന്നൊരൊറ്റ നേതാവെടുത്ത തീരുമാനത്തിന്റെ പുറത്ത് ഈ പാർട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടി മാറിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ 80 കഴിഞ്ഞ പിണറായി വിജയൻ ഈ തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ ഒരാളാണ് താൻ എന്നുകൂടി കരുതി മാറി നിൽക്കണമെന്ന് പറയുന്ന രാഷ്ട്രീയ പ്രതിബദ്ധത കാണിക്കാൻ ഇരുവരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും MV ഗോവിന്ദൻ പറയുന്നതിനെ പിണറായിയും, പിണറായി പറയുന്നതിന് MV ഗോവിന്ദനും ശരിവെച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ നാട് അവർക്കെതിരെ സ്റ്റാൻഡ് ചെയ്യുന്നത് അവർ കാണുന്നില്ല എന്ന് കണ്ണടച്ചിരുട്ടാക്കുന്നതാണ്. ഈ പാർട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങൾക്കൊപ്പം നിന്ന് ഉയർന്നു പൊങ്ങേണ്ടതാണ്. അതിന് ഫേസ് മാറിയേ പറ്റൂ. പാർട്ടിക്കെതിരെയുള്ള വിമത നീക്കമാണെന്ന് കരുതി ഇതിനു താഴെ കമന്റ് ഇട്ട് ആശ്വസിക്കാൻ പോകുന്ന സഖാക്കളോട് പറയാം, ഈ പാർട്ടിയിൽ തിരിച്ചു വരണമെന്നുള്ള ശക്തമായ വികാരത്തിന്റെ വലിയ ആഗ്രഹത്തിന്റെ പുറത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടി തിരിച്ചു വരണം. ഈ പാർട്ടിയിൽ ഒരു തലമുറ മാറ്റം ഏതു നിമിഷവും ഉണ്ടാകണം. എല്ലാത്തിനും ഒരു പുതുമ വേണം. ഈ പാർട്ടി ജനങ്ങൾക്കൊപ്പം ഏതു സമയത്തും നിൽക്കാൻ അഗ്രഷനുള്ള ഒരു പാർട്ടിയാണെന്ന് തോന്നണം. പ്രായം ആരെയും തളർത്തും. ആ തളർച്ചയിൽ നിന്ന് മാറി നിൽക്കാൻ ഉള്ള പ്രതിബദ്ധത കാണിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാകണം. കുണ്ടറയിൽ ഒരു യോഗത്തിൽ എം.എ. ബേബി പറഞ്ഞതുകൂടി കൂട്ടിച്ചേർത്ത് അവസാനിപ്പിക്കാം. തന്നെ ചേർത്ത് വെച്ച്, തന്റെ ഉറ്റവരെ ചേർത്ത് വെച്ച് ഒരു വലിയ വാർത്ത വന്നാൽ ബൂർഷ മാധ്യമങ്ങൾ അതൊരു വാർത്തയാക്കി മാറ്റിയാൽ, താനാണെങ്കിൽ ആ വാർത്തയിൽ നിന്ന് എന്റെ ബന്ധുക്കളെ, എന്റെ അഭ്യുദയകാംക്ഷികളെ ആ വാർത്തയിൽ വരാതിരിക്കാൻ ഞാൻ ഉറപ്പുവരുത്തുമെന്ന്. MV ഗോവിന്ദനെതിരെയുള്ള ഒളിയമ്പല്ല, ശരിക്കും പട്ടാപ്പകൽ നട്ടുച്ചയ്ക്ക് MV ഗോവിന്ദന്റെ നെഞ്ചത്ത് വെച്ച ഒരസ്ത്രമായി അത് മാറുന്നു എന്നുള്ളതാണ്.